നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു. വോട്ടർമാരെ തേടിയെത്തി സ്ഥാനാർത്ഥികൾ. പുതുപ്പള്ളിയിൽ വേറിട്ട പ്രചരണ രീതിയുമായി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ. വോട്ടർമാരിൽ ആവേശമായി സൈക്കിൾ റാലി. പുതുപ്പള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണന് ആവേശകരമായ സ്വീകരണം. വോട്ടർമാരെ നേരിൽ കണ്ടു. ജനപ്രതിനിധിയായ VN വാസവന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് PC ചാക്കോ. വാസവൻ നടത്തിയ വികസന പ്രവർത്തനം വോട്ടായി മാറും. വാർത്തകൾ വിശദമായി. വോട്ടർമാരിൽ ആവേശമുയർത്തി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ സൈക്കിൾ റാലി. എല്ലാവിധത്തിലും വേറിട്ട പ്രചരണമാണ് പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റേത്. ഇലക്ഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി സൈക്കിൾ റാലി നടത്തി പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ. വെള്ളിയാഴ്ച വൈകുന്നേരം പാമ്പാടിയിൽ നിന്നും പുതുപ്പള്ളിയിലേക്കായിരുന്നു സൈക്കിൾ റാലി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ഡലത്തിലെ യുവജനങ്ങൾ ഒന്നാകെ റാലിയിൽ പങ്കുചേർന്നു. വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാർ റാലിക്ക് സ്വീകരണം നൽകി. ഇലക്കൊടിഞ്ഞി, മീനടം, വെട്ടത്ത് കവല വഴി പുതുപ്പള്ളിയിലാണ് റാലിക്ക് സമാപനമായത്. രാവിലെ പിതാവ് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രാർത്ഥന അർപ്പിച്ച് ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. UDF പ്രവർത്തകർക്കും അമ്മ മറിയാമ്മയ്ക്കും ഒപ്പം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ തിരിതെളിയിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ചാണ്ടി ഉമ്മൻ പ്രചരണം തുടങ്ങിയത്. അത് പുതിയൊരു കൾച്ചർ കൂടി വേണം. നമുക്ക് ഇവിടെ ഒരു സ്പോർട്ടിംഗ് കൾച്ചർ വേണം. നമുക്ക് നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നമ്മുടെ ക്യാമ്പയിൻ മാത്രമല്ല, നമ്മുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ പുതുപ്പള്ളിക്ക് പുതിയൊരു മാർഗം, പുതുപ്പള്ളി ഫെസ്റ്റ് ഒരു മാർഗമായിരുന്നെങ്കിൽ ഇത് മറ്റൊരു മാർഗമാണ്. അത് എല്ലാവർക്കും മാതൃകയാക്കാൻ സാധിക്കും. എല്ലാവരും സൈക്കിളിലേക്ക് മാറേണ്ടി വരും. ചിലപ്പോൾ പറയാനും പറ്റത്തില്ല. ഇന്ന് വണ്ടി ഞാൻ പെട്രോൾ അടിക്കാൻ പറ്റുമ്പോൾ പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. യുദ്ധം ഏതെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ വന്നാൽ നമ്മളും കൂടെ ബാധിക്കപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് ഈ പെട്രോളിൻ്റെയും അതുപോലത്തെ മാറ്റങ്ങൾ വരുമ്പോഴും നമുക്ക് മാറി ചിന്തിക്കണം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് UDF സ്ഥാനാർത്ഥികളായ PC വിഷ്ണുനാഥും KM അഭിജിത്തും. കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് ഇരുവരും പ്രാർത്ഥിച്ചു. ഉമ്മൻചാണ്ടിയുടെ ആത്മീയ സാന്നിധ്യം തങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് അനുഗ്രഹം തേടി UDF സ്ഥാനാർത്ഥികളായ PC വിഷ്ണുനാഥും KM അഭിജിത്തും. PC വിഷ്ണുനാഥ് കുണ്ടറയിൽ ജനവിധി തേടുമ്പോൾ KM അഭിജിത്ത് നാദാപുരത്താണ് ജനവിധി തേടുന്നത്. രാവിലെ പുതുപ്പള്ളി പള്ളിയിലെത്തി പ്രാർത്ഥിച്ച ശേഷം ഇരുവരും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി മെഴുകുതിരി കത്തിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉന്നത വിജയം നേടുമെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ആത്മീയ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും PC വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമുണ്ടാകും. ജനങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ കാലതാമസം ഉണ്ടായി. അത് ഇന്നോടുകൂടി അവസാനിക്കും. സാറിന്റെ ഒരു ഭൗതിക സാന്നിധ്യം മാത്രമാണ് ഇല്ലാത്തത്. അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ശനിയാഴ്ചയാണ് ഇരുവരും നോമിനേഷൻ സമർപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണന് മണ്ഡലത്തിലെങ്ങും വൻ വരവേൽപ്പ്. പര്യടന പരിപാടികളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണം ലഭിച്ചു. പുതുപ്പള്ളി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണന് നാടെങ്ങും വൻ വരവേൽപ്പ്. പുതുപ്പള്ളി മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലെത്തി KM രാധാകൃഷ്ണൻ വോട്ടർമാരെ നേരിൽ കണ്ടു. വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പൊതുജനങ്ങൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവരെ നേരിൽ കണ്ടാണ് KM രാധാകൃഷ്ണൻ വോട്ട് തേടിയത്. പുതുപ്പള്ളി മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് ഇപ്പോഴത്തെ MLA കാട്ടുന്നതെന്ന് KM രാധാകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുമെന്നും KM രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടക്കരുത് എന്ന വികസന വിരുദ്ധ ശൈലിയും സമീപനവും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വിവിധ മേഖലകളിൽ ഇന്ന് നിലനിൽക്കുന്ന അവികസിതമായ പ്രശ്നങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ജനകീയമായ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇടതുപക്ഷ സാമ്പത്തിക ബദലിലൂടെ ഈ സമൂഹത്തിനുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ പുതുപ്പള്ളിക്കും സാർത്ഥകമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഏറ്റെടുക്കും
എന്ന കാര്യത്തിൽ സംശയമല്ല. പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ്, പാമ്പാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, പാമ്പാടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള KM രാധാകൃഷ്ണൻ ജനങ്ങളുടെ ഇടയിൽ സുപരിചിതനാണ്. കർഷക സംഘം ജില്ലാ സെക്രട്ടറിയായ ഇദ്ദേഹത്തിന്റെ നിയമസഭയിലേക്കുള്ള കന്നി അംഗമാണിത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ജനപ്രതിനിധി എന്ന നിലയിലുള്ള VN വാസവന്റെ പ്രവർത്തനം ജനാധിപത്യത്തിന് ഉദാത്ത മാതൃകയാണെന്ന് NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ. LDF സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധി എന്ന നിലയിലുള്ള VN വാസവന്റെ പ്രവർത്തനം ജനാധിപത്യത്തിന് ഉദാത്ത മാതൃകയാണെന്ന് NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ. മന്ത്രിയുടെ തിരക്കുകൾക്കിടയിലും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കാൻ VN വാസവന് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് ജനങ്ങൾ ഓർത്തിരിക്കില്ല എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഏറ്റുമാനൂരിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതത് സമയത്തെ ജനത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി. ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയുമാണ് VN വാസവൻ വീണ്ടും ജനങ്ങൾക്ക് മുന്നിലെത്തുന്നതെന്നും PC ചാക്കോ പറഞ്ഞു. ഈ നിയോജക മണ്ഡലത്തിന്റെ 21 മുതൽ 26 വരെയുള്ള 5 വർഷക്കാലം നമ്മുടെ MLA നടപ്പാക്കിയ പരിപാടികളുടെ ആ ഒരു റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കാൻ എത്ര MLAമാർക്ക് ഇത് കഴിയും? എത്ര ജനപ്രതിനിധികൾക്ക് ഇത് കഴിയും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ, യാത്ര ചെയ്യാൻ അനുഗ്രഹിക്കണം. സ്ഥാനാർത്ഥി VN വാസവനെ ഹർഷാരവങ്ങളോടെ വേദിയിലേക്ക് ആനയിച്ചു. KI കുഞ്ഞച്ചൻ അധ്യക്ഷനായി. TR രഘുനാഥ്, സന്തോഷ് കുമാർ, ലോപ്പസ് മാത്യു, രാജീവ് നെല്ലിക്കുന്നൽ, പ്രശാന്ത് നന്ദകുമാർ, KT രമേശ്, രഘു, ബാലരാമപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റുമാനൂരിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചത് രേഖകൾ സഹിതം ജനത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യം ഉണ്ടെന്ന് സ്ഥാനാർത്ഥി VN വാസവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുട്ടനാട്ടിലെ UDF വിമതൻ സജി ജോസഫ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അനുഗ്രഹം തേടി. പേയ്മെന്റ് രാഷ്ട്രീയത്തിന് കുട്ടനാട്ടിലെ ജനങ്ങൾ എതിരാണെന്ന് സജി ജോസഫ് പറയുന്നു. കുട്ടനാട്ടിലെ UDF വിമത സ്ഥാനാർത്ഥി സജി ജോസഫ് പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സാധാരണക്കാരായ കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് കുട്ടനാട്. കഴിഞ്ഞ 20 വർഷമായി കുട്ടനാട്ടുകാരൻ അല്ലാത്ത പുറത്തുനിന്നുള്ള ആളായിരുന്നു കുട്ടനാട്ടിലെ MLA. എന്നാൽ ഇക്കുറി കുട്ടനാട്ടുകാരനായ ഒരാളെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സജി ജോസഫ് പറഞ്ഞു. നാഥനില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കുട്ടനാടിനുള്ളത്. പേയ്മെന്റ് രാഷ്ട്രീയത്തിനെതിരാണ് കുട്ടനാട്ടിലെ ജനങ്ങളെന്നും സജി ജോസഫ് കൂട്ടിച്ചേർത്തു. കാലങ്ങളായിട്ടുള്ള UDFന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഒക്കെ ആവശ്യമായിരുന്നു കുട്ടനാട്ടുകാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്നുള്ളത്. പക്ഷേ ഇത്തവണയും ഒരു പേയ്മെന്റ് സംവിധാനത്തിലൂടെ കുട്ടനാട്ടിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം, കുട്ടനാട്ടുകാരനല്ലാത്ത ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടനാട് നശിക്കും. കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള ഭൂമിയാണ്. അവിടെ നിന്നുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ, കർഷകരുടെ പ്രശ്നങ്ങൾ, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇത്തരം വ്യവസായികൾക്ക് സാധിക്കുകയില്ല. അവർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് സ്ഥാനം ലഭിച്ചതിന് ശേഷം അവരവരുടെ മേഖലകളിലേക്ക് തിരിയും. കുട്ടനാട്ടിലെ ജനങ്ങൾ നാഥനില്ലാതെ അലയുന്ന ഒരു സമയമാണ് അത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കാലങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിട്ടായിരുന്നു കുട്ടനാട്ടുകാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവണമെന്നുള്ളത് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്. അപ്പം അത് ഇരു മുന്നണികളിൽ നിന്നും അത്തരം ക്രമീകരണം ഉണ്ടാകാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. സജി ജോസഫ് നാളെ നോമിനേഷൻ നൽകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ കളം ഇളക്കിമറിച്ച് കടുത്തുരുത്തി മണ്ഡലം സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മിയുടെ റോഡ് ഷോ. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ നിർമ്മല ജിമ്മിയുടെ പ്രചരണം വെളിയന്നൂരിൽ നിന്നാണ് ആരംഭിച്ചത്. കടുത്തുരുത്തി മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് എം പ്രതിനിധി നിർമ്മല ജിമ്മിയുടെ പ്രചരണ ജാഥ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. കുറുപ്പന്തറയിൽ നൽകിയ സ്വീകരണത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളും LDF നേതാക്കളുമടക്കം പ്രധാന നേതാക്കൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ബൈക്ക് റാലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് തുറന്ന വാഹനത്തിൽ നിർമ്മല ജിമ്മി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും പ്രവർത്തനത്തിൽ നിറഞ്ഞുനിന്ന നിർമ്മല ജിമ്മി ശക്തമായ സാന്നിധ്യമാണ് കടുത്തുരുത്തി മണ്ഡലത്തിൽ അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു. വോട്ടർമാരെ തേടിയെത്തി സ്ഥാനാർത്ഥികൾ. പുതുപ്പള്ളിയിൽ വേറിട്ട പ്രചരണ രീതിയുമായി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ. വോട്ടർമാരിൽ ആവേശമായി സൈക്കിൾ റാലി. പുതുപ്പള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണന് ആവേശകരമായ സ്വീകരണം. വോട്ടർമാരെ നേരിൽ കണ്ടു. ജനപ്രതിനിധിയായ VN വാസവന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് PC ചാക്കോ. വാസവൻ നടത്തിയ വികസന പ്രവർത്തനം വോട്ടായി മാറും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.